ഇല്ലില്ല. പിന്നെ എത്താൻ വൈകും. അതെന്താ? ബസ് കേടായി. അടുത്ത ബസ്സിന് കയറാൻ നോക്ക്. അടുത്ത ബസ് വരണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ എടുക്കും. റോഡിലോ ഭയങ്കര വെയില്. കൊട എടുക്കാൻ പറഞ്ഞ കേക്കത്തുമില്ല. ഇവിടെ ഒരു ബെഞ്ച് വെറുതെ കിടക്കുന്നു തണലത്ത്. എന്നാ അതിങ്ങ എടുത്തോട്ട് പോര്. അടുത്ത വണ്ടി കയറിട്ട് വിളിക്കാം കേട്ടോ. വിളിച്ചില്ലാലും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ കാണാൻ കിടന്നു. എനിക്ക് ഷുഗർ ആണെന്നും പറഞ്ഞ് നീ ആ കപ്പ ഒഴുക്കും മുളക് ചമ്മന്തി അങ്ങ് അടിച്ച് തീർത്ത് കളയല്ലേ. മൂലക്കുരുവിനാണോ മുളക് ചമ്മന്തി? ശരി. ബസ്സിനകത്തോ സീറ്റ് കിട്ടിയില്ല. എന്തൊരു ചൂടായത്. നെഞ്ചിരിച്ചിലുണ്ടോ? അല്ലല്ല, ഞാനേ കല്യാണത്തിന് പോയതാ. നീ സദ്യ കണ്ടപ്പം ഒരാക്രാന്തം കുറെ കഴിച്ച്. ഗുളിയായിരിക്കുന്നോ? എന്തിന്റെ? ഏമ്പക്കം വിടുന്നതിന്. ഈ വിടുന്നതൊക്കെ പോരായോ? ഇനി ഗുളിക? അതല്ല, ഏമ്പക്കം നിൽക്കാനുള്ളത് ഇല്ല. എന്റെ കൈ ഷുഗറിന്റെ ഗുളിയാ ഉള്ളത്. അത് മതിയോ? അല്ല, അത് വേണ്ട. അല്ലെ, അത് വേണമെങ്കിൽ നീ തന്നേരെ. ഇനി എന്തെങ്കിലും ഷുഗർ വരുവാണെങ്കിൽ നേരെ ഉപയോഗിക്കാമല്ലോ. എവിടാ വീടെവിടാ? കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയോ? ഞാനും കരുനാഗപ്പള്ളിയാ, ആലിക്കടവില്. ദേ, ബെഞ്ചിലിരിക്കാൻ പിന്നെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. ബസ്സിനകത്തുണ്ടായിരുന്ന ആളാണോ? ആണല്ലോ, ഒന്നും പറയണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 3 കാറാ. പെണ്ണും പിള്ളേർ തരത്തി സമ്മതിക്കത്തില്ല കാറെടുക്കാൻ. ബസ്സിന് പോയാ മതി എന്നാ. അതെന്താ? എപ്പോഴും കാറ് ചോദിച്ചാലേ അയൽക്കാർക്ക് ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ. ഒന്ന് ഇരിക്കട്ടെ. ശരി, ഇരി. ഒരിടങ്ങേറ് പിടിച്ച ട്രാൻസ്പോർട്ട് ബസ്. എമ്മക്ക് വണ്ടി എടുക്കുമ്പോ അറിയാൻ പാടില്ലേ വഴി കിടക്കുമെന്ന്? അതെന്തൊരു വർത്തമാനം സുഹൃത്തെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങൾക്കറിയാമോ നിങ്ങളിങ്ങനെ വഴി കിടക്കുമെന്ന്? അമ്മാവൻ എന്തിനാ ചൂടാവുന്നേ? അമ്മാവന്റെ ബസ്സുകാരോട് ഭയങ്കര സ്നേഹമാണല്ലോ. KSRTC-യിലായിരുന്നോ ജോലി? എന്തൊരു കുലുക്കമായിരുന്നു ബസ്സിനകത്ത്. വണ്ടി കേടായത് കൊണ്ടല്ലയോ ഇവിടെ ഇങ്ങനെ കുലുങ്ങാതിരിക്കാൻ പറ്റിയത്. അതിപ്പോ വിമാനം വരെ കുലുങ്ങും. എന്റെ മോന്റെ വിമാനം. മോന് വിമാനം ഉണ്ടോ? അപ്പൊ നിങ്ങളാരാ? യൂസവലിയുടെ ഒച്ചാപ്പാല് പറഞ്ഞു തീർട്ടുന്നേ. എന്റെ മോൻ സഞ്ചരിച്ച വിമാനം ദുബായിൽ നിന്ന് വരുന്ന വഴിക്ക് കുലുങ്ങിയിട്ട് അവൻ വല്ലാതെ വിഷമിച്ചു പോയി. ദേ, ഒരാൾ വിഷമിച്ചോണ്ട് വരുന്നല്ലോ, കൈ കയറൊക്കെ ആയിട്ട്. തൂങ്ങിച്ചാവാനോ വല്ലോ ആണോ? ദൈവമേ, എന്റെ ആട് എവിടെ പോയി? ഇതിലെ ഒരാട് ഒഴിപ്പോന്ന് നിങ്ങൾ കണ്ടോ? എന്റെ ഒരാട്. ആടോ? വെളുത്ത ഒരാട്, നെറ്റിയിൽ കറുത്ത പുളിയുള്ള ആട്. നിങ്ങൾ കണ്ടോ? കണ്ടില്ല. ആടിനെ വല്ലൊരു ആപ്പയ്ക്ക് ഏറ്റുകൊണ്ട് ഇപ്പൊ മട്ടൻ ചാപ്സാക്കി കാണും. അത് ശരിയാ. ദൈവമേ, ആ ആടിനെ കൊണ്ടാ ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പുറത്തൊരു മുളക്കുറ്റിയിൽ കെട്ടിയിട്ടിരുന്നതാ. നോക്കുമ്പോ കയറ് മാത്രം. അപ്പൊ മുളകുറ്റിയും പോയോ? മാധവനല്ലേ? കത്തിമാധവൻ. എടാ അളിയ, ഉഴുന്നുവടയല്ലേ നീ? ഉഴുന്നുവട വാഹിദ്. എന്റെ പൊന്നളിയ മാധവ, എന്തൊക്കെയുണ്ടടാ കത്തി? നിങ്ങളെന്താ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? എടാ ഉഴുന്നുവടേ, എടാ എന്നെ അറിയത്തില്ലടാ, ഞാൻ രഘു, ആലിക്കടയിൽ വരുന്ന രഘു. എന്റെ പടച്ചോനെ, വായി നോക്കി രഘു. ആ പേരൊക്കെ നീ ഓർക്കുന്നോ? എടാ അന്നേ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഗേൾസ് ഹൈസ്കൂളിലോട്ട് ഞാൻ നോക്കി നിന്നതിനെ അവന്മാരിട്ട പേരാ. ആ കരിക്ക് പുരുഷോത്തമനും ചൂണ്ടസുധാരനൊക്കെ ഇട്ട പേരാ. അന്നത്തെ സോഷ്യൽ മീഡിയയിൽ അതങ്ങ് വൈറലായി. എടാ വായി നോക്കി, നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതേ ഇല്ല. ഈ പേര് കേട്ടപ്പോഴാ ആളിനെ മനസ്സിലായത്. അല്ല, ആരാ? എനിക്ക് പിടിയിട്ടില്ല. ഞാൻ ഇബ്രാഹിം. ഏത് ഇബ്രാഹിം? എടാ നിങ്ങൾ ഗ്യാസ് എന്ന് വിളിക്കുന്ന ഇബ്രാഹിം. ഓ, ഗ്യാസ്.
10 വീല്. എടാ യാസിബ്രായി, എന്തൊരു അത്ഭുതമാടാ നമ്മുടെ ഈ കൂടിക്കാഴ്ച. ഈ ഗ്യാസ് ഇബ്രാഹിം ഉണ്ടല്ലോ, ബസ്സിനകത്ത് വെച്ച് പല തവണ എന്നെ ആശിപ്പിച്ചു കളഞ്ഞു. ആശിപ്പിച്ചോ? എങ്ങനെ? ഇവൻ ഇടയ്ക്കിടയ്ക്ക് ചന്തി നോക്കുമ്പോ ഞാൻ കരുതി ഇറങ്ങാനായിരിക്കും. സീറ്റിലോട്ട് ഞാൻ ഇരിക്കാനും അവൻ അവിടെ അങ്ങ് തിരിച്ചിരിക്കും. ഓ, അത് ഗ്യാസിന്റെ ആടാ. ഗ്യാസ് വിടാനും ഇടയ്ക്ക് ചന്തി പൊക്കിക്കൊണ്ടിരുന്നത്. ഓ, ഗ്യാസ് ബ്രായി 10 ബിയിൽ പഠിച്ച. അതെ, നിങ്ങളാരാ? എടാ, എന്നെ മനസ്സിലായില്ലയോ? ഞാൻ ബാക്ക് ബെഞ്ചിൽ ഉണ്ടായിരുന്ന അലക്സ്. ഓ, ഇത്തിക്കണ്ണി അലക്സ്, വല്ലവന്റെ കാശും കൊണ്ട് പുട്ടടിച്ചോണ്ടിരുന്നവൻ. ഓ, അത് അന്നത്തെ ഗതികേടാടാ. ഒരു നേരം മാത്രം അടുപ്പ് പോയിരുന്ന വീടല്ലായിരുന്നോ? അന്ന് എല്ലായിടും അങ്ങനെ തന്നെ ആടാ. ഇപ്പൊ 3 നേരം പോയെന്നുണ്ടോടാ ഇത്തിക്കണ്ണി? ഇപ്പൊ കുഴപ്പമില്ലടാ. മക്കൾക്കൊക്കെ ജോലി ആയതിനു ശേഷം എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അന്ന് ക്ലാസ്സിൽ കയറാൻ സിനിമയ്ക്ക് പോയതിനെ പപ്പ സാറിന്റെ പപ്പായെ വിളിപ്പിച്ചിരുന്നല്ലോ. അത് നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ? അന്ന് അവനൊരു ടിക്കറ്റ് എടുത്ത് തന്നടാ. അങ്ങനെ പറ്റിപ്പോയതാ. പപ്പാക്ക് സുഖം തന്നെ അല്ലേ? പപ്പ സാറിനോ അതോ എന്റെ പപ്പയ്ക്കോ? നിന്റെ പപ്പയുടെ കാര്യമാ ചോദിച്ചത്. അതിന് സെമിത്തേരി പോയി നോക്കണടാ. പപ്പ മരിച്ചിട്ട് വർഷം 12 എടാ അലക്സ, ഇത്തിക്കണ്ണി, നീ അന്നൊരു പെണ്ണിന്റെ പിറകെ കത്തും കൊണ്ട് നടക്കുമായിരുന്നല്ലോ. അതാ തുമ്പോലാർച്ച കേൾച്ചി പഠിച്ചിരുന്ന്. നിനക്കത് ഓർമ്മയുണ്ടല്ലേ? പിന്നെ മറക്കാൻ പറ്റൂടാ? ആടയാഭരണങ്ങൾ അണിഞ്ഞ് ആരെയും ഗവനിക്കാതെ ഒരു പത്രാസുകാരി. അവളുടെ ശരിക്കുള്ള പേര് ഗീതാകുമാരി എന്നാടാ. അവള് പോയടാ. അയ്യോ, എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നോ? അതല്ലേടാ, അവിടെ ഒരു ബംഗാളിയുടെ കൂടെ ഒളിച്ചോടി പോയി. അത് അതിലും സങ്കടമായി. അതിലും നല്ലത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. നിങ്ങളൊക്കെ 1975 10ാം ക്ലാസ് ബാച്ചുകാരാണോ കരുനാഗപ്പള്ളി ബോയ്സിലെ? അതെ അമ്മാവ, ബസ് പഞ്ചറായത് കൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞു. ആട്ടെ, നിങ്ങൾക്ക് അവർക്ക് എന്നെ മനസ്സിലായോ? ഓ, പിടി കിട്ടി. മലയാളം പഠിപ്പിച്ച അപ്പുക്കുട്ടമ്പിള്ള സാറ് അല്ല, ഹിന്ദി പഠിപ്പിച്ച സഹദേവൻ സാറ് അല്ല, നമ്മുടെ പിയൂൺ നാണു അമ്മാവൻ. അല്ല, ആള് ഭയങ്കരമായിട്ടങ്ങ് മാറിയിട്ടുണ്ടല്ലോ. അല്ല, എനിക്ക് പിടികിട്ടി, എനിക്കാളെ പിടികിട്ടി. ഞാൻ പറയട്ടെ, നമ്മുടെ സിദ്ദീഖിന്റെ കടയുടെ മുമ്പില് അച്ചാറും തൂപ്പൽ മുട്ടായൊക്കെ വിറ്റിരുന്ന ഒരു യൂസുഫ് ക അല്ലയോ? അല്ലേ അല്ല. ഞങ്ങളോടൊപ്പം പഠിച്ച ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ അച്ഛനാണോ? വിദ്യാർത്ഥിയുടെ അച്ഛനല്ല, വിദ്യാർത്ഥി തന്നെ. ഞാനേ രമണൻ, പരിപ്പ് രമണൻ. നമ്മുടെ പരിപ്പ്. ഈ പ്രായത്തില് ഇത്രയ്ക്ക് പ്രായമായതെന്താ? അതേ, എനിക്ക് ഡൈ അലർജിയാ. എടാ ഇബ്രാഹിം, എന്റെ പരിപ്പെ ഇബ്രാഹിം ഒന്നും അലക്സൊന്നും വിളിക്കണ്ട. പഴയ ഓർമ്മയുടെ ആ മധുരം കിട്ടണമെങ്കിലേ നമ്മൾ പരസ്പരം ഇരട്ടപ്പേര് തന്നെ വിളിക്കണം. അതേടെ വായി നോക്കി. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരും, കൊണ്ടുപോകൂ ഞങ്ങളെയ മാറ്റുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരും, കൊണ്ടുപോകൂ ഞങ്ങളെയ മാറ്റുവട്ടിൽ. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. എന്റെ ആടിന്റെ കാര്യം. ഒരാട് തന്നല്ലോ, ഓട്ടണം. വെറും ഒരാടല്ലത്, അതെന്റെ ജീവിതമാ. ഭാര്യ മരിച്ചിട്ട് 11 കൊല്ലമായി. മക്കളൊക്കെ അവരവരുടെ വഴിക്ക് പോയി. ഈ ആടിന്റെ പാല് വിറ്റാ ഞാൻ കഞ്ഞിയും മരുന്നും വാങ്ങുന്നത്. സാരമില്ല മാധവ, നിന്റെ ഒപ്പം ഞങ്ങളൊക്കെ ഉണ്ടടാ. നിനക്കൊരാണല്ലേ പോയുള്ളൂ, പകരം 3 ആടിനെ ഞങ്ങൾ വാങ്ങിച്ചത്. അതേ മകൻ, കാശെടുക്ക തരാം. അവൻ ആടെ വാങ്ങിക്കാം. എന്നടാ കാശ്? എന്റെ കാശ്? ഞാൻ. എടാ, ഒന്ന് കൊട്ടെ.
ഇതുകൊണ്ട് അവസാനിക്കരുത്. ഒപ്പം പഠിച്ചവരെ മാത്രമല്ല, ഒപ്പം ജീവിക്കുന്നവരുടെയും പ്രയാസങ്ങൾ നാം മനസ്സിലാക്കി സഹായിക്കണം. അതിനുള്ള ഒരു വേദി ഉണ്ടാക്കണം. അതെ, അതാണ് വേണ്ടത്. കറക്റ്റ്. അതെ, പറഞ്ഞാ പോരാ, നടപ്പിലാക്കി കാണിക്കണം. അയ്യോ